എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിൻ്റെ അതായത് എയിംസിൻ്റെ BSc നഴ്സിംഗ് ഉൾപ്പെടെയുള്ള പാരാമെഡിക്കൽ ഡിഗ്രി കോഴ്സുകളിലേക്കും അതുപോലെ തന്നെ MSc കോഴ്സുകളിലേക്കുമുള്ള പ്രവേശനത്തിനായിട്ടുള്ള എൻട്രൻസ് ടെസ്റ്റിനുള്ള അപേക്ഷ ക്ഷണിച്ചു. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് അപേക്ഷ എയിംസ് വെബ്സൈറ്റ് വഴി നൽകാൻ സാധിക്കുന്നതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് അതായത് എയിംസിൻ്റെ അപേക്ഷ നൽകുന്നതിനായിട്ടുള്ള ആ ഒരു രജിസ്ട്രേഷൻ ആരംഭിച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എയിംസിൻ്റെ വിവിധ സംസ്ഥാനങ്ങളിലുള്ള ഇൻസ്റ്റിറ്റ്യൂട്ടുകളിൽ പഠിക്കാൻ ലഭിക്കുന്ന അവസരമാണിത്. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാം അഡ്മിഷൻ നോട്ടീസ് എന്ന് പറഞ്ഞുകൊണ്ട് അതിൻ്റെ എപ്പോഴാണ് എക്സാം, എക്സാമല്ല, ഈ ഒരു അപേക്ഷ നൽകേണ്ട ഡേറ്റ് എപ്പോഴാണ്, അതുപോലെ അപേക്ഷ അവസാനിക്കുന്നത് എന്നിങ്ങനെയുള്ള ഡീറ്റെയിൽസൊക്കെ ഉള്ളതാണ് അഡ്മിഷൻ നോട്ടീസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു അഡ്മിഷൻ ഈ ഒരു നോട്ടീസിൽ പറഞ്ഞിട്ടുള്ളത് 5/3/2024 ഈ ഒരു രജിസ്ട്രേഷൻ ആരംഭിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ക്ലോസിംഗ് ഡേറ്റ് 4/4/2024 5 മണി വരെയാണ്. അതായത് ഈ ഒരു ഏപ്രിൽ മാസം 4-ാം തീയതിയാണ്. അതുപോലെ തന്നെ ബേസിക് രജിസ്ട്രേഷനാണ് പാർ എന്ന് പറഞ്ഞുകൊണ്ട്. അതുപോലെ ഈ ഒരു രജിസ്ട്രേഷൻ എന്ന് പറയുന്നത് BSc നഴ്സിംഗ്, അതുപോലെ BSc നഴ്സിംഗ് പോസ്റ്റ് ബേസിക്, BSc പാരാമെഡിക്കൽ കോഴ്സസ് എന്നിവയിലേക്കാണ്. അതുപോലെ തന്നെ അടുത്തത് ജനറേഷൻ ഓഫ് കോഡ് ഫോർ ഫൈനൽ രജിസ്ട്രേഷൻ ഫൈനലായിട്ടുള്ള രജിസ്ട്രേഷൻ ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള രജിസ്ട്രേഷൻ ആദ്യം ബേസിക് രജിസ്ട്രേഷനാണ് ആദ്യത്തെ സ്റ്റെപ്പ്. രണ്ടാമത്തേത് ഈ ഒരു ഫൈനൽ രജിസ്ട്രേഷനാണ് BSc നഴ്സിംഗ്, അതുപോലെ BSc നഴ്സിംഗ് പോസ്റ്റ് ബേസിക്, BSc പാരാമെഡിക്കൽ കോഴ്സസ് എന്നിവയിലെ ആ ഒരു ബേസിക് രജിസ്ട്രേഷൻ ആക്സെപ്റ്റഡ് ചെയ്തിട്ടുള്ള, നിങ്ങളുടെ ബേസിക് ആയിട്ടുള്ള രജിസ്ട്രേഷൻ ആക്സെപ്റ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട് എങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ ആ ഒരു ഫൈനലായിട്ടുള്ള രജിസ്ട്രേഷൻ നിങ്ങൾ നടത്തേണ്ടത് ഈ ഒരു 12-ാം തീയതി, ഈ ഒരു മാർച്ച് 12-ാം തീയതി മുതൽ ഈ ഒരു ഏപ്രിൽ 12-ാം തീയതി വരെയാണ്. നിങ്ങൾ ആദ്യം ബേസിക് രജിസ്ട്രേഷൻ ചെയ്യണം. അതിനുശേഷം അത് ആക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങൾ ലോഗിൻ ചെയ്ത് അത് ആക്സെപ്റ്റ് ചെയ്തിട്ടുണ്ടോ എന്നുള്ളത് നോക്കിയ ശേഷം പിന്നീട് നിങ്ങൾ അതിൻ്റെ ഫൈനൽ രജിസ്ട്രേഷൻ 12/3 മാർച്ച് 12-ാം തീയതി മുതലാണ് വിദ്യാർത്ഥികൾ ഫൈനൽ രജിസ്ട്രേഷൻ ചെയ്യേണ്ടത്. അതുപോലെ ഫൈനൽ രജിസ്ട്രേഷൻ പേയ്മെൻറ്റ് ഓഫ് ഫീസ് ആൻഡ് സിറ്റി ചോയ്സ്, സിറ്റി സെലക്ട് ചെയ്യാനുള്ളത്. അതുപോലെ തന്നെ അതിനുശേഷം ആരൊക്കെയാണ് ഫൈനൽ രജിസ്ട്രേഷൻ ചെയ്തിട്ടുള്ളത് അങ്ങനെയുള്ള വിദ്യാർത്ഥികൾക്ക് ഫീ പേയ്മെൻറ്റും അതുപോലെ തന്നെ ഈ ഒരു സിറ്റി ചൂസ് ചെയ്യാനുള്ള ഓപ്ഷനും ആരംഭിക്കുന്നത് 12-ാം തീയതി മുതൽ ഈ ഒരു മാർച്ച് 12-ാം തീയതി മുതൽ ഏപ്രിൽ 12-ാം തീയതി വരെയാണ്. അതേ രീതിയിൽ തന്നെയാണ് ഈ ഒരു പോസ്റ്റ് ഗ്രാജുവേഷൻ PG കോഴ്സിലേക്കുള്ള പ്രവേശന പരീക്ഷയുടെയും ആ ഒരു ഡേറ്റ് വരുന്നത്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് നിങ്ങൾക്ക് BSc നഴ്സിംഗ് കോഴ്സ് എയിംസിൽ പഠിക്കാൻ താല്പര്യമുണ്ട് എങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു രജിസ്ട്രേഷൻ നടത്താവുന്നതാണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് അടുത്തതായിട്ട് ഇവിടെ കാണാം ബേസിക് രജിസ്ട്രേഷൻ ഫോർ എയിംസ്. അപ്പോൾ നിങ്ങൾ ബേസിക് രജിസ്ട്രേഷൻ ആദ്യം ചെയ്യുക. അതിനുശേഷം അത് ആക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ഫൈനൽ രജിസ്ട്രേഷൻ ചെയ്യുക. അതിനുശേഷം ഫീ പേയ്മെൻറ്റും മറ്റ് നിങ്ങളുടെ എക്സാം സെൻറ്റർ എവിടെയാണെന്നുള്ളത് നിങ്ങൾ സെലക്ട് ചെയ്യുക. അപ്പോൾ ഈ ഒരു രീതിയിലാണ് ഇതിൻ്റെ രജിസ്ട്രേഷൻ വരുന്നത്. അപ്പോൾ ഈ ഒരു രജിസ്ട്രേഷൻ ആരംഭിച്ചിട്ടുണ്ട് എന്നാണ് ഇതിൽ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇവിടെ ബേസിക് ക്ലിക്ക് ഹിയർ ഫോർ ബേസിക് രജിസ്ട്രേഷൻ എന്ന് പറഞ്ഞുകൊണ്ട് നൽകിയിട്ടുണ്ട്. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തൊക്കെയാണ് ഈ ഒരു അപേക്ഷ നൽകുന്നതിനായിട്ട് ആവശ്യമുള്ളത് എന്നുള്ളത് കാണാൻ സാധിക്കും. നിങ്ങൾക്ക് വാലിഡ് ആയിട്ട് ഇമെയിൽ ID ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ ഒരു മൊബൈൽ നമ്പർ ഉണ്ടായിരിക്കണം, കമ്മ്യൂണിക്കേഷൻ ചെയ്യുന്നതിനായിട്ട്. അതുപോലെ നിങ്ങളുടെ പേഴ്സണൽ ഡീറ്റെയിൽസ് നൽകേണ്ടതായിട്ടുണ്ട്. അതുപോലെ വാലിഡ് ആയിട്ടുള്ള ഫോട്ടോ ID, ആ ഒരു എക്സാം ടൈമിൽ നിങ്ങൾ ഏത് വാലിഡ് ആയിട്ടുള്ള ID കാർഡാണോ കൊണ്ടുപോകുന്നത് ആ ഒരു ഒറിജിനൽ ഡോക്യുമെൻറ്റിൻ്റെ ആ ഒരു ഡീറ്റെയിൽസ് വേണം. അതുപോലെ തന്നെ നിങ്ങളുടെ പാസ്പോർട്ട് സൈസ് ഫോട്ടോ, ബാക്ക്ഗ്രൗണ്ട് വൈറ്റ് ആയിട്ടുള്ള ആ ഒരു പാസ്പോർട്ട് സൈസ് ഫോട്ടോ
സ്കാൻ ചെയ്തുകൊണ്ട് അപ്ലോഡ് ചെയ്യേണ്ടതായിട്ട് വരും. അതുപോലെ അതിൻ്റെ ഇൻസ്ട്രക്ഷൻസ് അറിയുന്നതിനായിട്ട് എത്ര സൈസിലുള്ളതാണ്, അതുപോലെ തന്നെ എങ്ങനെയൊക്കെയാണെന്നുള്ളത് അറിയുന്നതിനായിട്ട് ഇവിടെ ക്ലിക്ക് ഹിയർ ഫോർ ഇൻസ്ട്രക്ഷൻ എന്ന് പറഞ്ഞുകൊണ്ട് നൽകിയിട്ടുണ്ട്. അടുത്തത് നിങ്ങളുടെ സിഗ്നേച്ചർ ആണ്. ഒരു വൈറ്റ് പേപ്പർ സിഗ്നേച്ചർ ഇട്ട് അത് സ്കാൻ ചെയ്ത് അപ്ലോഡ് ചെയ്യേണ്ടതായിട്ട് വരും. അതുപോലെ തന്നെ നിങ്ങളുടെ ലെഫ്റ്റ് തമ്പ് ഇംപ്രഷൻ നിങ്ങൾ അപ്ലോഡ് ചെയ്ത് നൽകണം. അതുപോലെ തന്നെ ഇവിടെ നിങ്ങൾക്ക് അപ്ലിക്കബിൾ ആണെങ്കിൽ മാർക്ക് ഷീറ്റ് ഓർ അഡ്മിറ്റ് കാർഡ്, അതായത് 10ാം ക്ലാസ്സിലെയോ 12ാം ക്ലാസ്സിലെയോ നിങ്ങളുടെ ആ ഒരു എക്സാമിൻ്റെ ഷീറ്റ്, അതായത് നിങ്ങളിപ്പോൾ +2 പഠിച്ചുകൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥികളാണെങ്കിൽ 10ാം ക്ലാസ്സിൻ്റെ ആ ഒരു മാർക്ക് ഷീറ്റാണ് അപ്ലോഡ് ചെയ്ത് നൽകേണ്ടത്, അല്ലെങ്കിൽ അഡ്മിറ്റ് കാർഡ് അപ്ലോഡ് ചെയ്ത് നൽകേണ്ടത്. അതുപോലെ തന്നെ നിങ്ങളുടെ കാറ്റഗറി ഏതാണ് അതിനനുസരിച്ചുള്ള സർട്ടിഫിക്കറ്റ്, അതുപോലെ PWBD പേഴ്സൺ വിത്ത് ബെഞ്ച് മാർക്ക് ഡിസബിലിറ്റി സർട്ടിഫിക്കറ്റ്, അത് ആവശ്യമുള്ളവർക്കാണ് വേണ്ടത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ ഈ ഒരു അപേക്ഷ നിങ്ങൾക്ക് നൽകാവുന്നതാണ്. അതുപോലെ തന്നെ നിങ്ങൾ ഓരോ സമയം ഇതിൻ്റെ എക്സാം എപ്പോഴാണ് ആരംഭിക്കുന്നത്, എപ്പോഴാണ് എക്സാം ഉള്ളത് എന്നുള്ളതൊക്കെ നിങ്ങൾ കറക്റ്റായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെയാണ് വരിക രജിസ്ട്രേഷൻ, അതായത് ബേസിക് രജിസ്ട്രേഷൻ ഫോർ എനി ഓഫ് ദ അണ്ടർ ഗ്രാജുവേറ്റ് കോഴ്സസ് എന്ന് പറഞ്ഞുകൊണ്ട് ഇതുപോലെയാണ് കാണാൻ സാധിക്കുക. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ഏത് കോഴ്സിനാണ് സെലക്ട് ചെയ്യുന്നത്, അതായത് ഏത് എക്സാമാണ് രജിസ്ട്രേഷൻ ചെയ്യുന്നത് എന്നുള്ളത് നിങ്ങൾക്ക് സെലക്ട് ചെയ്ത് നൽകുന്നതിനായിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾക്കിവിടെ പേഴ്സണൽ ഡീറ്റെയിൽസൊക്കെ നൽകുന്നതിനായിട്ടുള്ള ഭാഗം കാണും. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് നാഷണാലിറ്റി ഏതാണെന്നുള്ളത് ചോദിക്കുന്നുണ്ട്. അപ്പോൾ അത് നിങ്ങൾ സെലക്ട് ചെയ്ത് നൽകുക. അതായത് നിങ്ങൾക്ക് ഇത് അക്ഷയ വഴി അപേക്ഷിക്കാം, അതായിരിക്കും കൂടുതൽ ഉപകാരപ്രദം. കാരണം നിങ്ങൾക്ക് നിങ്ങളുടെ ഡോക്യുമെൻ്റൊക്കെ സ്കാൻ ചെയ്ത് അപ്ലോഡ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ അക്ഷയ വഴിയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഇൻ്റർനെറ്റ് കഫേകൾ വഴിയോ ഈ ഒരു അപേക്ഷ സമർപ്പിക്കാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.